സമയം കിട്ടുന്ന പോലെയൊക്കെ 4 മണിയാകുമ്പോൾ ഞങ്ങൾക്കൊരു ഊര് തണ്ടുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാനും ശ്രീകുട്ടനും കൂടെ ഇപ്പോൾ പോകുന്നത് ഡെൽസിയാൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ വാഴത്തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്ന റോബസ്റ്റ് പഴം ആൻറ്റിക്ക് കൊടുത്തപ്പോൾ ബാട്ടർ സമ്പ്രദായം എന്ന പോലെ ആൻറ്റി നിന്ന് കുറച്ച് കൊക്കപ്പായ ഒട്ടിച്ച് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഈ കൊക്കപ്പഴം കഴിക്കാൻ എന്ത് രസമാണെന്ന് അറിയൂടാ. ഇങ്ങനത്തെയൊക്കെ കൊക്കപ്പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ശ്രീകുട്ടനൊക്കെ ഭാഗ്യവാനല്ലേ. എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ അവിടെ ഒന്നും കൊക്കപ്പഴങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മുടെ കാട്ടുപ്രദേശമായ കാരണം കൊണ്ട് എല്ലാ തരത്തിലുള്ള ചെടികളും വടികളും വള്ളികളും ഒക്കെ കണ്ടിട്ടാണ് ശ്രീകുട്ടൻ വളരുന്നത്. 4 മണിയാകുമ്പോഴോ അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ അയൽപ്പക്കക്കാരും അവരെയൊക്കെ കണ്ട് കുറച്ചു നേരം വർത്താനം പറയുന്നതും നമ്മുടെ മനസ്സ് തുറക്കുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു സ്ട്രെസ്സും അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ കുറയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഇപ്രാവശ്യം പുതിയ ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലത്തെ ബെഡിലൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വേക്ക് ഫിറ്റിൻ്റെ ബെഡ് കേട്ടോ. നമ്മൾ വേക്ക് ഫിറ്റിൻ്റെയും എമയുടെയും അതുപോലെ തന്നെ ഡ്യൂറോഫ്ലക്സിൻ്റെയും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും കുഷ്യൻ എഫക്റ്റിൽ എമയുടെ ബെഡാണ് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. വേക്ക് ഫിറ്റും അടിപൊളിയാണ്. നമ്മളിതൊക്കെ 4 വർഷമായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ഈ ഒരു ബേജ് കളറിൻ്റെ കവർ ഉണ്ടല്ലോ, അത് വാട്ടർ പ്രൂഫ് കളറാണ്. കുഞ്ഞുവാവുകളൊക്കെ ഉണ്ടെങ്കിൽ മൂത്രമൊക്കെ ഒഴിക്കുമ്പോൾ ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു മഞ്ഞയും പച്ചയും പൂക്കളൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ചില സമയങ്ങളിൽ ചേരുന്നില്ല എന്ന് തോന്നിയാലും എനിക്ക് ഈ കളറിനോടൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ.